ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു വടയാണ് കേട്ടോ. സാധാരണ നമ്മൾ പരിപ്പ് വടയൊക്കെ തയ്യാറാക്കാറുണ്ടല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ട് വട തയ്യാറാക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓളെന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നുറുക്ക് ഗോതമ്പ് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരമണിക്കൂറിന് ശേഷം എടുത്തതാണിത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ സമയമുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിരാനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ 1-1.5 മണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന സമയത്ത് നല്ല രീതിയിലൊന്ന് സോക്കായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ അരമണിക്കൂറിന് ശേഷം ഞാൻ എടുത്തതാണ്. ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിതൊന്ന് അരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം എടുത്തതാണ് ഈ ഒരു നുറുക്ക് ഗോതമ്പ്. ഇത് നമുക്ക് ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി മാത്രം മതി കേട്ടോ. പകുതി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ ഞാനിതൊന്നങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ അങ്ങ് അരച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കണം എന്നൊന്നുമില്ല. ഇതുപോലെ അങ്ങ് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള നുറുക്കിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഗോതമ്പ് നുറുക്കുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു മീഡിയം സൈസുള്ള 2 സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണ്ട, ഇഞ്ചി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്രയും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു കളറും കാര്യങ്ങളും കിട്ടിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മൈദപ്പൊടി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടീൻ്റെ കാര്യം എന്ന് പറയുന്നത് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ മുളക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. മുളക് ചേർത്ത് കൊടുക്കണം എന്നില്ല, മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും. അപ്പോൾ നല്ല രീതിയിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് ആക്കിയതിന് ശേഷം ഇനി കയ്യിലേക്ക് കുറച്ച് ഓയിൽ എന്തെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ സാധാരണ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കില്ലേ, വട ഉണ്ടാക്കുന്ന ആ ഷേപ്പിൽ തന്നെ ഞാനിതൊന്നങ്ങ് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ വിരൽ വെച്ചിട്ട് അങ്ങ് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മളിത് പറഞ്ഞല്ലോ, കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മാത്രം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്നും കുഴച്ചെടുത്താൽ മതിയാവും. പിന്നെ ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ നല്ല രീതിയിൽ ചൂടായി കിട്ടണം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 10-15 സെക്കൻഡ് കഴിയുന്ന സമയത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഏറ്റവും കുറഞ്ഞ തീയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഭാഗം നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കളറൊക്കെ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഈ ഒരു പാകത്തിന് തന്നെ നമുക്ക് കോരിയെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ വെക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ഡാർക്ക് കളറായിട്ട് കിട്ടിക്കോളും. നമ്മൾ സാധാരണ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉപ്പുമാവൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവരെന്തായാലും കഴിക്കുകയും ചെയ്തോളും. ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ നുറുക്ക് ഗോതമ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് ചൂട് കട്ടൻ ചായൻ്റെ കൂടെ വൈകുന്നേര സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് തന്നെയാണിത്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഞാനതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ, താങ്ക്